Welcome, dear students. I hope that all you are safe and fine. So we are continuing the revision of the chapter Control and Coordination. So in the previous classes, we already discussed about how a stimuli occurs in our body and how our body responds to that stimuli. So there is nerve and network of nerves are connected to this process. Already we seen that. This is the case of the animals. Have you ever thought that the stimulus and responses also occurs in plants? Have you ever thought that? Yes, it's also happened in our plants. Okay, plants have the ability to respond to the stimuli. So let's discuss about how it's possible, how the plants responds to the particular stimuli. So already you know that this plant, which is the plant? This is the touch me not plant. In Malayalam we can see that Thottavadi. Okay, so you know about the characteristics of this plant. When we touch to that plant, the leaflets were closed. This is because of the particular stimuli and also the response. Okay, how it's possible? If if consider when we when we touch the hot water, we remove our hands very quickly. But in the case of plants, they can't move. Okay, they can't move. How they respond to the particular stimuli? They have water in their body and they change the water level. It may be a shrinkage or swelling. Okay, they change in the shapes. They change their shapes by the help of water. Water is thrown from one place to another. Then the plant will shrink and the shape will change. Okay, so the plant also use electrical chemical means to convey this information from cell to cell. The cell must change shape in order for movement to happen. These change shape by changing the amount of water in them, resulting in swelling or shrinking and therefore in changing shapes. So clear ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സും ഒരു സ്റ്റിമുലസിനെതിരെ നമ്മൾ തൊടുക എന്നുള്ളതാണ് സ്റ്റിമുലസ്. അപ്പോൾ ആ സ്റ്റിമുലസിനെതിരെ റെസ്പോൺസ് ചെയ്യുന്നതാണ് ആ പ്ലാന്റ് ചെയ്യുന്നത്. എന്താണ് അത്? അതിൻ്റെ ലീഫ്ലെറ്റ്സ് ക്ലോസ് ചെയ്യും. സോ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ലീഫ്ലെറ്റ്സ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് നമ്മളെപ്പോലെ മൂവ് ചെയ്ത് നടക്കാനൊന്നും സാധിക്കില്ല. സോ ഇൻസൈഡ് ദെയർ ബോഡി ദേ ഹാവ് വാട്ടർ. അപ്പോൾ വാട്ടർ ഒരു സ്ഥലത്തേക്ക് ഒഴുകുക അല്ലെങ്കിൽ ഒറ്റ സ്ഥലത്തേക്ക് പെട്ടെന്ന് കേന്ദ്രീകരിച്ച് ഒഴുകുക, അതുവഴി എന്ത് ചെയ്യും? അപ്പോൾ വാട്ടർ പെട്ടെന്ന് നഷ്ടമാകുമ്പോൾ അവിടെ ഒരു ഷ്രിങ്കേജ് വരും അല്ലേ? അപ്പോൾ സോ ആ ഷ്രിങ്കേജ് ആണ് എന്താണ് ലീഫെല്ലാം കൂടി ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ സ്റ്റിമുലൈ മാറിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് റെസ്പോൺസ് ചെല്ലും. ദെൻ പിന്നീട് അത് പിന്നെയും വീണ്ടും വിരിയും. ഓക്കെ, സോ ഇതാണ് പ്ലാന്റ്സിൽ നടക്കുന്നത്. സോ ഇന്ന് തൊട്ടാവാടി കേസിൽ ഇതാണ് നടക്കുന്നത്. സോ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് തിക്മോനാസ്റ്റി. This process is called thigmonasty, and thigmo means touch, nasty means the nasty movement, അതായത് റെസ്പോൺസ് ടു ദ പർട്ടിക്കുലർ സ്റ്റിമുലൈ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്റ്റിമുലസ് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അതേ ഡയറക്ഷനിലാണോ? അല്ല. സ്റ്റിമുലസ് വന്ന അതേ ഡയറക്ഷനിലാണോ? അല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി സ്റ്റിമുലസ്. ഓക്കെ, തിക്മോനാസ്റ്റി എന്ന് പറഞ്ഞാൽ, നാസ്റ്റി എന്ന് പറഞ്ഞാൽ അതാണ്, നാസ്റ്റിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി സ്റ്റിമുലസ്. സ്റ്റിമുലസ് വന്ന ഡയറക്ഷനിൽ തന്നെ അതിനെതിരെ പ്രതികരിക്കുകയല്ല, ഇറസ്പെക്റ്റീവായിട്ട്. അത് നല്ല സ്റ്റിമുലസ് അല്ല. കാര്യം പ്ലാന്റിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ആനിമൽസിൽ നിന്നൊക്കെ അത് ഈറ്റ് ചെയ്യുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ഡെഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ലീഫ്ലെറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട്. സോ
അപ്പോൾ സ്റ്റിമുലൈ വന്നത് ടച്ചാണ്, അപ്പോൾ അതിന് ഇറസ്പെക്റ്റീവായിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റെസ്പെക്റ്റീവായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഇറസ്പെക്റ്റീവായിട്ട്. സോ ദിസ് നെയിം തിക്മോനാസ്റ്റി. തിക്മോ മീൻസ് touch, nasty means nasty movement irrespective of the direction of the stimuli. Clear? So next is the Thigmotropism. Thigmo means touch. Here nasty means nastic movement, that is irrespective of the direction of the stimuli. Here in Thigmotropism, tropism in Thigmo means touch, tropism means act to the respective or direction of the stimuli. ഏത് സ്റ്റിമുലൈ ഏതാണോ അതിന് കറക്റ്റ് ഡയറക്ഷനായിട്ട് പ്ലാന്റ് ആക്ട് ചെയ്യുന്നതിനെയാണ് തിക്മോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബെനിഫിഷ്യലിന് വേണ്ടിയിട്ടാണ്, പ്ലാന്റിൻ്റെ ബെനിഫിഷ്യൽ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഏത് സ്ട്രക്ചറാണ്. ടെൻഡ്രിൽസ് എന്ന് നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ടെൻഡ്രിൽസ്. സോ പ്ലാന്റിന് വളരാൻ വേണ്ടിയിട്ട് അതിനൊരു സപ്പോർട്ട് കൂടിയേ തീരും. So they have the modification in their stem or leaf. They modified as tendrils. Tendrils have the ഒരു വയർ ലൈക്ക് സ്ട്രക്ചർ ആണല്ലേ. അപ്പോൾ സോ അതിൻ്റെ അടുത്തുള്ള സപ്പോർട്ടിൽ അത് ചുരുങ്ങി അല്ലെങ്കിൽ ചുറ്റി കയറിയിരിക്കുന്നു. സോ ഇതിനെയാണ്, ഈ കണ്ടീഷനെയാണ് സ്റ്റെം ടെൻഡ്രിൽസ്. ഫസ്റ്റ് കേസിലാണെങ്കിൽ സ്റ്റെം ടെൻഡ്രിലാണ് കൊടുത്തിരിക്കുന്നത്, സെക്കൻഡ് കേസിലാണ് ലീഫ് ടെൻഡ്രിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെം ടെൻഡ്രിൽ ഹെൽപ്പ് ടു പ്ലാന്റ് ടു ക്ലൈംബ് അപ്പ് എ സപ്പോർട്ട്. ലീഫ് ടെൻഡ്രിൽസ് ഓൾസോ ഹെൽപ്പ് ദ പ്ലാന്റ് ടു ക്ലൈംബ് അപ്പ് എ സപ്പോർട്ട്. സോ ദിസ് ഈസ് ദ പോസിറ്റീവ് കേസ്. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി സ്റ്റിമുലൈ ആണ്. സോ അത് നെഗറ്റീവാണ്. സോ തിക്മോട്രോപ്പിസം എപ്പോഴും ട്രോപ്പിസം വരുന്ന വാക്ക് അവിടെ വരുന്നതെല്ലാം പോസിറ്റീവായിരിക്കും, അതായത് ആ പ്ലാന്റിൻ്റെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, സോ ഇത് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ ദാറ്റ് കേസ് ദ തിക്മോട്രോപ്പിസം ഈസ് എ ടേം ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ദി സ്റ്റിമുലൈ ആൻഡ് ഓൾസോ the direction of the stimuli is the response. Okay, so next is the photonasty. Already you know the meaning of the photo means it is light. Nasty means nastic movement, that is എന്താ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവർ ബ്ലൂം ചെയ്യുന്നത് ലൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസ് ആബ്സെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ നാസ്റ്റി എന്ന് പറഞ്ഞാൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി സ്റ്റിമുലൈ അല്ലേ. അപ്പോൾ സോ ഫസ്റ്റ് ഫ്ലവർ നിങ്ങൾക്കറിയാം ഡാൻലിയോൺ ആണ്, മറ്റേത് മൂൺ ഫ്ലവറാണ്. അപ്പോൾ സോ ഡാൻലിയോണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഡാൻലിയോൺ എന്താണ്, ഓൺലി ദേ ബ്ലൂം ഇൻ ഡേ ടൈം അല്ലേ, ഓൺലി ദേ ബ്ലൂം ഇൻ ഡേ ടൈം. അവരെപ്പോഴാണ് വിരിയുന്നത്, ഡേ ടൈമിലാണ് വിരിയുന്നത്, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സോ സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡാൻലിയോൺ വരത്തുള്ളൂ. ദെൻ രണ്ടാമത്തത് മൂൺ ഫ്ലവറാണ്. മൂൺ ഫ്ലവർ എന്ന പേര് കേൾക്കുമ്പോഴേ അറിയാം ഡാർക്കാണ്. ഓക്കെ, ഇത് അവർ രാത്രിയിലാണ് ബ്ലൂം ചെയ്തത്. സോ ഇത് ലൈറ്റ് ഡാൻലിയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി റെസ്പോൺസ് ടു ദ സ്റ്റിമുലൈ, മറ്റേതെന്ന് പറയുന്നത് മൂൺ ഫ്ലവർ എന്ന് പറയുന്നത് നൈറ്റാണ് വരുന്നത്, അതായത് നെഗറ്റീവ് ടു ഫോട്ടോ, അതായത് നെഗറ്റീവ്ലി റെസ്പോൺസ് ടു ദി ഫോട്ടോ. ഇത് ഡാർക്കിലാണ് ബ്ലൂം ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ രണ്ട് പ്രത്യേകതകൾ, അതായത് ഫോട്ടോനാസ്റ്റിയുടെ, അതായത് ലൈറ്റിൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും വിരിയുന്നു. സോ ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ഫോട്ടോനാസ്റ്റി. ഫോട്ടോ മീൻസ് ലൈറ്റ്, നാസ്റ്റി മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി സ്റ്റിമുലൈ. ഓക്കെ, സോ ഇനി ഫോട്ടോട്രോപ്പിസം ഉണ്ട്. ട്രോപ്പിസം മീൻസ് റെസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി സ്റ്റിമുലൈ. ഓക്കെ, ഇത് സ്റ്റിമുലൈ എന്ന് പറയുന്നത് ലൈറ്റാണ്. ഓക്കെ, ഇവിടെ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ലൈറ്റാണ്, അതിന് റെസ്പെക്റ്റീവായിട്ട് ലൈറ്റ് എവിടെ വരുന്നു അതിന് നേരെ വളരുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് വളരുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോ മീൻസ് ലൈറ്റ്, ട്രോപ്പിസം മീൻസ് ടുവേർഡ്സ് ഡയറക്ഷൻ ഓഫ് ദി ലൈറ്റ്. ഓക്കെ, so next tropism is the geotropism. Geo means earth, tropism means towards the earth. ഓക്കെ, അതായത് ഇവിടെ എന്താണ് സ്നേഹം ആരോടാണ്, എർത്തിനോടാണ്.
വേരിലേക്ക് പോകുന്തോറും അല്ലെങ്കിൽ മണ്ണിലേക്ക് പോകുന്തോറും എന്താണ്, നോട്ട് ടു ദി ലൈറ്റിനെ അപേക്ഷിച്ചല്ല ജീവിക്കുന്നത്, മറിച്ച് എർത്തിനോട് ചേർന്ന് എർത്തിലേക്ക് പോകുന്തോറും അതിൻ്റെ വളർച്ച കൂടിയാണ് വരുന്നത്. അപ്പോൾ ജിയോട്രോപ്പിസം മീൻസ് ജിയോ മീൻസ് എർത്താണ്, ട്രോപ്പിസം മീൻസ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് ദി എർത്ത്. ഓക്കെ, സ്റ്റിമുലൈ എന്ന് പറയുന്നത് എർത്താണ്, എർത്തിലേക്ക് വേര് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നതിനെയാണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് ഹൈഡ്രോട്രോപ്പിസം. From this picture you can understand the meaning of the hydrotropism. Hydro means എന്താണ്, വാട്ടർ ആണ്. ട്രോപ്പിസം മീൻസ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് ദി വാട്ടർ അല്ലേ. ഇപ്പോൾ മണ്ണിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിലും വാട്ടർ എവിടെയാണോ അവിടത്തേക്ക് വേര് തിരക്കി പോകുന്നു. ദാറ്റ് സ്റ്റിമുലൈ റെസ്പോൺസ്. സ്റ്റിമുലൈ എന്ന് പറയുന്നത് എന്താണ്, മണ്ണ് തിരക്കി അല്ലെങ്കിൽ വെള്ളം തിരക്കി പോവുക എന്നുള്ളതാണ്. സോ അതിനെതിരെ റെസ്പോൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വേര് അതിനനുസരിച്ച് പോകുന്നു. ഓക്കെ, റെസ്പെക്റ്റീവ് ടു ദി സ്റ്റിമുലൈ. സോ ഇനി അടുത്തൊരു ട്രോപ്പിസമാണ് കീമോട്രോപ്പിസം ആണ്. അപ്പോൾ കീമോട്രോപ്പിസവും ഓൾസോ ഹാപ്പൻസ് ഇൻ പ്ലാന്റ്സ്. അതെങ്ങനെയാണ്, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ദി ഫ്ലവർ, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഫ്ലവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ റീപ്രൊഡക്ഷൻ, പൊളൻ ഗ്രെയിൻസ് വന്ന് നിൽക്കുകയാണ്. പൊളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലൂടെ പൊളൻ ട്യൂബ് വഴി കയറി ഓവ്യൂളിലെത്തി, പിന്നീടാണ് അവിടെയാണ് ഓവറിയിൽ വന്ന് വീണ്ടും ഫെർട്ടിലൈസേഷൻ നടന്ന് അടുത്ത സീഡ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സീഡ് വരുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ കണ്ടതാണ്, നമ്മൾ നേരത്തെ കൊച്ചു ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ ഹൗ ദിസ് പോസിബിൾ, അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് ആണ് വന്നതെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഓവ്യൂളിലേക്ക് സ്വീകരിക്കുന്നത്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ്. ഓക്കെ, സം കെമിക്കൽസ് ആർ ദെയർ ഇൻ ഓവ്യൂൾസ് ആൻഡ് ദാറ്റ് റെസ്പോൺസ് ടു ദി സ്റ്റിമുലൈ, ദാറ്റ് ഈസ് പൊളൻ ഗ്രെയിൻ ആണ് സ്റ്റിമുലൈ വന്നിരിക്കുന്നത്. സോ അതിനെ റിസീവ് ചെയ്യുന്നത് ഇതിനകത്തുള്ള കെമിക്കൽസാണ്. സോ പൊളൻ ഗ്രെയിൻസ് വന്നു, പൊളൻ ട്യൂബിൾസിലൊക്കെ, അതായത് ചില പ്രോട്ടീൻസൊക്കെ ഇവിടെയുണ്ട്, അത് ദേ ആക്ട് ആസ് chemicals, special chemicals for receiving the pollen grains into the ovary. Okay, so pollen tube begins to grow and move down towards ovule. Male nucleus moving down to the pollen tube, then it comes to the ovule, and female nucleus of egg in ovule, then fertilize with this, and then next seed is produced. Okay, so this is called chemotropism. അതിനെ pollen grainsനെ റിസീവ് ചെയ്യുന്നത്, പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന സ്റ്റിമുലസിനെ റെസ്പോൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നത് ചില കെമിക്കൽസാണ്. സോ ദിസ് ഈസ് കോൾഡ് കീമോട്രോപ്പിസം. ക്ലിയർ? So there are certain plant hormones that helps for the development of the plants, development, cell divisions, and cell aging, etc. So let's study about the different plant hormones. First is the auxin. Auxin, indole 3 acetic acid, was the first plant hormone identified. There is a chance for the MCQ question. So you just studied that hormone name, that is indole 3 acetic acid. This is the first plant hormone identified. It is manufactured primarily in the shoot tips. This is also seen in the tip of the shoot. ഒരു പ്ലാന്റിൻ്റെ രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് നമുക്കറിയാം, റൂട്ട് സിസ്റ്റവും ഷൂട്ട് സിസ്റ്റവും. എബവ് ദ ഗ്രൗണ്ടിനെയാണ് നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഷൂട്ട് ടിപ്സിലാണ് ഇത് കാണുന്നത് ഓക്സിൻസ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദി ഓക്സിൻ ഈസ് ടു ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ. സോ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഓക്സിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓക്സിൻ സ്റ്റിമുലേറ്റ് പ്ലാന്റ് സെൽസ് ടു ഇലോങ്ങേറ്റ്, ആൻഡ് ദ എപ്പിക്കൽ മെരിസ്റ്റം ഓഫ് ദ പ്ലാന്റ് ഈസ് വൺ ഓഫ് ദി main places that auxin is produced. In 9th class you already studied about the different meristematic tissues. Based on their location, the meristematic tissue is divided into apical, lateral, and intercalary. Apical meristem is seen in the tip of the shoot. അതായത് ഏറ്റവും ടിപ്പിലാണ് കാണുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഈ ഓക്സിൻ എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്? പ്ലാന്റിൻ്റെ ടിപ്പിൽ, എപ്പിക്കൽ മെരിസ്റ്റത്തിലാണ് കാണുന്നത്. Okay, so here why I put this picture, നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് എങ്ങനെയാണ്
ഓക്സിൻ വഴി ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ വെച്ചിട്ട് പ്ലാന്റ് ഗ്രോത്ത് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ പ്ലാന്റിൻ്റെ ടിപ്പിൽ വയലറ്റ് കളറിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ ലൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ കവർ ചെയ്തുകൊണ്ട് ഓക്സിനും ഉണ്ടെന്ന് കരുതുക. സോ പ്ലാന്റ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ഏതാണ് സ്റ്റിമുലൈ? ലൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർ അതിനനുസരിച്ച് ഫോട്ടോട്രോപ്പിസം കാണിക്കും അല്ലേ. ഫോട്ടോട്രോപ്പിസം ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വളരാനായിട്ട് തുടങ്ങും. സോ ഇത് പ്ലാന്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പിക്ചറിൽ ഒരു സൈഡിലേക്ക് മാത്രമാണ് ലൈറ്റ് ആക്ട് ചെയ്യുന്നത്. മറ്റേ സൈഡ് ഇങ്ങനെ ടിഷ്യൂസ് എല്ലാം കൂടി ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇതിന് ഷെയ്ഡ് പോലെ ഇങ്ങനെ വരുന്നു. അതായത് ഒരു സൈഡിലേക്ക് എല്ലാ സൈഡിലേക്കും ലൈറ്റ് ആക്ട് ചെയ്യുന്നില്ല. ലൈറ്റ് അതിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ടിഷ്യൂസ് എല്ലാം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് സോ അതെന്ത് ചെയ്യും? അത് പതുക്കനെ ബെൻഡാകാൻ തുടങ്ങും. അത് ബെൻഡായിട്ട് ഓക്സിൻ ഉള്ളത് കൊണ്ട് ഓക്സിൻ ഒരു സൈഡിൽ മാത്രമായിട്ട് നിന്ന് പോകും. ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് ഓക്സിൻ നിൽക്കും. അപ്പോൾ ഓക്സിൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിൻ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വേറെ മറുവശത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഈ ലൈറ്റ് എക്സ്പോസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ വെച്ചൊരു ബെൻഡ് വന്നിട്ട് വീണ്ടും ആ ഡയറക്ഷനിൽ ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോത്ത് നടക്കും. സോ ദിസ് ഈസ് ദ number of fourth picture. You can see the plant grow directly towards the light. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കണ്ടോ? അവിടെ ഒന്നുമില്ല. കാര്യം എന്താണ്? ഓക്സിന് ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മറ്റേ സൈഡിലേക്ക് ഒരു ഷെയ്ഡ് പോലെ നിൽക്കുന്നത് കൊണ്ട് സൺലൈറ്റ് അവിടെ എക്സ്പോസ് ചെയ്യുന്നില്ല. ഓക്കെ. സോ ഇനി ചില ലാറ്ററൽ ബഡ് ഡെവലപ്മെൻറ്റ് വിച്ച് ഈസ് റിട്ടാർഡഡ് ബൈ ഓക്സിൻ ഈസ് പ്രൊമോട്ടഡ് ബൈ സൈറ്റോകിനിൻസ്. ലാറ്ററൽ ബഡിൽ നിന്ന് സൈറ്റോകിനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. സൈറ്റോകിനിൻ ഓൾസോ ഡിലേ ദ സെനിസെൻസ് ഓഫ് ദി ലീവ്സ് ആൻഡ് പ്രൊമോട്ട് ദി എക്സ്പാൻഷൻ ഓഫ് കോട്ടിലിഡൻസ്. അതായത് സെനിസെൻസ് എന്ന് പറഞ്ഞാൽ ഏജിങ് ഓഫ് പ്ലാന്റ്സ്. അത് പ്ലാന്റ് ഏജിങ് ആകുന്നതിനെ തടയുന്നുണ്ട്. സെനിസെൻസ് എന്ന് പറയുന്നത് അതാണ് ഏജിങ് ഓഫ് പ്ലാന്റ്സ് ആണ്. ആൻഡ് പ്രൊമോട്ട് ദി എക്സ്പാൻഷൻ ഓഫ് ദി കോട്ടിലിഡൻസ്. കോട്ടിലിഡൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഡൈക്കോട്ടിലിഡൻ, മോണിക്കോട്ടിലിഡൻ എന്ന് പറയുന്നില്ലേ, അതുപോലെ ലീഫിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദി സെൽ ഡിവിഷൻ, ലാറ്ററൽ മെരിസ്റ്റം ഗ്രോത്ത് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ദി സ്റ്റൊമാറ്റ. ഓക്കെ. സോ all these are studied in 9th standard. So let's move on to the next, that is growth hormones. There are some growth hormones that helps to the plants to grow. Gibberellins have a number of effects on the plant development. Gibberellin എന്ന് പറയുന്ന ഹോർമോൺ, they can stimulate rapid stem and root growth, induce mitotic division in the leaves of some plants and increase the seed germination rate, and cause സ്റ്റെം ആൻഡ് ഇൻ്റർനോഡ് ഇലോങ്ങേഷൻ. സ്റ്റെമ്മിൻ്റെയും ഇൻ്റർനോഡിൻ്റെയൊക്കെ ഇലോങ്ങേഷന് വേണ്ടിയിട്ട്, ഇടയ്ക്കുള്ള നോഡ് അതിൻ്റെ ഇലോങ്ങേഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗിബ്ബർലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ. സോ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാത്തവർ അതുണ്ട്. ഓക്കെ. അബ്സസിക് ആസിഡ് ഈസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റർ ആൻഡ് ഈസ് എ കീ ഹോർമോൺ ഇൻവോൾവ്ഡ് ഇൻ tuning response to several abiotic stresses. അബയോട്ടിക് സ്ട്രെസ്സസിന് എതിരെ ആക്ട് ചെയ്യുന്നവരാണ് ഈ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അബ്സസിക് ആസിഡ് ആണ് അത്. അബ്സസിക് ആസിഡ് പ്രൊമോട്ട്സ് ദ ഡോർമൻസി ഇൻ സീഡ്സ് ആൻഡ് ബർഡ്സ്. ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ബ്രേക്കിംഗ് ഓഫ് ദി ഡോർമൻസി. ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. അബ്സസിക് ആസിഡ് പ്രൊമോട്ട്സ് ഫോളിംഗ് ഓഫ് ലീവ്സ്. അപ്പോൾ അതായത് ഒരുപാട് ഇപ്പോൾ ഫോളിങ് ഓഫ് ലീഫ് എങ്ങനെയാണ് നടക്കുന്നത്? അബ്സസിക് ആസിഡിൻ്റെ ആക്ഷൻ കൊണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പ്രായമായി, ഏജിങ് ആയി എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഓക്കെ. പ്ലാന്റ്സിന് പ്രായമായി എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. സോ അബ്സസിക് ആസിഡാണ് ഗ്രോത്ത് ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൽ ടാർജഡ് ടൊമാറ്റോ ഓപ്പൺ, ദെൻ സെൽസ് ഫ്ലാസിഡ് ടൊമാറ്റോ ക്ലോസ്ഡ്. ഓക്കെ. അബ്സസിക് ആസിഡ് വന്നു കഴിയുമ്പോൾ അത് ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ലീഫ് പൊഴിയാൻ തുടങ്ങും. ഓക്കെ. സോ ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. വാട്ട് ആർ പ്ലാന്റ് ഹോർമോൺസ്?
Plant hormones are chemical or signal molecules which are produced in the plants for control and coordination and development. So, how is the movement of the leaves of the sensitive plant different from the movement of the shoot towards light? The movement of leaves of a sensitive plant is neither towards nor away from the stimulus touch. It's a non-directional movement, nastic movement എന്ന് പറയും. While movement of shoot is towards the stimulus like light, it is directional movement, tropic movement. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നാസ്റ്റിക് മൂവ്മെൻറ്റും ട്രോപ്പിക് മൂവ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അത് ഓർക്കുക. നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നോൺ ഡയറക്ഷനിലാണ്, സ്റ്റിമുലസിന് എതിരായിട്ടുള്ള റെസ്പോൺസാണ്. അതല്ലെങ്കിൽ സ്റ്റിമുലസ് വന്ന വഴിയെ ഉള്ള റെസ്പോൺസ് അല്ല, സ്റ്റിമുലസിനെതിരെ വേറെ രീതിയിൽ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ട്രോപ്പിസത്തിൽ അതൊരു ഫേവറബിൾ ആണ് ചെയ്യുന്നത് പ്ലാന്റിന്, അല്ലെങ്കിൽ ഏത് ബോഡിക്കാണോ അത് ഫേവറബിളായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതൊരു സപ്പോർട്ടിങ് മെക്കാനിസം ആയതുകൊണ്ട് സോ അത് ട്രോപ്പിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. സോ സ്റ്റഡി ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വെരി ക്ലിയർലി and write to your notebooks. Okay, give an example of plant hormones that promotes growth, that is auxin. How do auxins promote the growth of tendril around a support? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങളോട് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്സിൻ is a plant hormone synthesized at the tip of the shoot. It helps the cell grow longer. When a tendril comes in contact with a support, auxin stimulates faster growth of the cells on the opposite side. That's why the tendril forms a coil around the support. Okay, so this for today. Study the question and answer very thoroughly and prepare for your exams. Thank you all.